ശ്രീ ആർ വി ബാബു, സലീം അടവൂർ ഇവിടെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ഒരു ആയുധമാക്കുന്നു ഇതിനെ എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. എന്താണ് താങ്കളുടെ മറുപടി? ഞാൻ ഓരോന്നായിട്ട് ശ്രീ സലീം അടവൂരിൻ്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അവാസ്തവമായ കാര്യങ്ങൾക്ക് മറുപടി പറയാം. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഇതെല്ലാം സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ, സർക്കാർ തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒഴിവാകാം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ തുടക്കം ഞാൻ എൻ്റെ സംസാരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിയമസഭയിൽ വളരെ ശക്തമായിട്ട് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് KPA മജീദാണ്. ഇന്നിപ്പോൾ ലീഗ് മാറ്റി പറയുന്നു. ലീഗ് മാറ്റി പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അന്ന് ഇപ്പോൾ പറയുന്നത് നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് തീരുമാനമെടുത്തതെന്നാണ്. തെറ്റാണ്. നിസാർ കമ്മീഷൻ്റെ കൃത്യമായിട്ടുള്ള നിഗമനം ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണെന്ന് തന്നെയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓർഡർ അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. ഇത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ് എന്ന് കൃത്യമായിട്ട് നിസാർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ ഭാഗം 7-ാം ഖണ്ഡികയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എൻ്റെ കയ്യിലുണ്ട്, അത് വേണമെങ്കിൽ വായിക്കാൻ. ഞാൻ ഒരു തവണ അത് വായിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡാണ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ദ വഖഫ് പ്രോപ്പർട്ടി ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഭാഗമുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ടതില്ല, പല പ്രാവശ്യം ഈ ചാനൽ ചർച്ചയിൽ തന്നെ ഉദ്ധരിച്ചതാണത്. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ്. നിസാർ കമ്മീഷൻ അതിന് റെക്കമെൻഡേഷൻ ചെയ്യുകയാണ്, ഇത് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഗവൺമെന്റിനോടും വഖഫ് ബോർഡിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതല്ലാതെ നിസാർ കമ്മീഷനെ ചാരിയിട്ട് സലീം അടവൂര് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇത് വളരെ കൃത്യമായിട്ട് വഖഫ് ബോർഡ് ഇത് ഇന്ന് സലീം അടവൂരിന്റെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ മുന്നണിയിലെ നേതാവ് P. രാജീവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. റഷീദ് അലി തങ്ങൾ ചെയർമാനായിരിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ ചെയർമാൻ റഷീദ് അലി തങ്ങൾ കൃത്യമായിട്ട്, റഷീദ് അലി അദ്ദേഹം ഇത് വഖഫ് ഭൂമിയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. വഖഫിന്റെ ഉത്തരവുണ്ട്, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. എന്നിട്ട് പറയുന്നത്, ഇവിടെ വന്ന് നമ്മളോടൊക്കെ പറയുന്നത് എല്ലാ സംഘടനകളും പറഞ്ഞിരിക്കുന്നത് വഖഫ് അല്ല, എല്ലാം കോംപ്ലിമെന്റ് ആക്കും എന്നാണ്. എങ്ങനെ കോംപ്ലിമെന്റ് ആക്കും? ഈ നിങ്ങൾ ഈ പറയുന്ന കോംപ്ലിമെന്റ് ആക്കാൻ ഇവിടെ ഈ ഭൂമിയുടെ തന്നെ അവകാശവാദവുമായിട്ട് വഖഫ് ഏറ്റെടുക്കണം എന്നുള്ള പരാതി കൊടുത്തിരിക്കുന്നത് 2 പേരാ. വഖഫ് സംരക്ഷണ സമിതിയിൽപ്പെട്ട 2 പേരാണ്. നാളെ നിങ്ങളിത് എങ്ങനെ ഒത്തുതീർപ്പിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഭൂമി വഖഫിൻ്റെതാണ് എന്ന് ഇന്നത്തെ നിയമം വെച്ചുകൊണ്ട് അവർക്ക് ട്രിബ്യൂണലിൽ അവകാശവാദം ഉന്നയിക്കാം. കാരണം ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാവുന്നതെന്ന്. ഈ നിയമം അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ സെക്ഷൻ 40 കുറിച്ച് പറയുണ്ടായി. ഇതൊക്കെ പലതാവർത്തി പറഞ്ഞതുകൊണ്ട് വീണ്ടും എനിക്കത് പറയേണ്ടി വരികയാണ്. എന്താണ് സെക്ഷൻ 40? സെക്ഷൻ 40 പറയുന്നത് എന്താണ്? 38, 39, 40. ഡിസിഷൻ ഓഫ് പ്രോപ്പർട്ടി, ഡിസിഷൻ ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ്. ഇതാണ് സെക്ഷൻ 40 വരുന്നത്. വഖഫിന്റെ ഭൂമിയാണോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള ഡിസിഷൻ എന്താണ്? The decision of the board on question under subsection 1 shall, unless revoked or modified by the tribunal, be final. ട്രിബ്യൂണലിന്റെ ആക്ട് ഫൈനലാണ്, ട്രിബ്യൂണലിന്റെ വിധി ഫൈനലാണ്. Where the board has any reason to believe, ബോർഡിന് ഈ ഭൂമി വഖഫാണ് എന്ന് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, the board has any reason to believe that any property of any trust or society registered in a pursuance of the Indian Trusts Act 1882, അതാ വകുപ്പുകളൊക്കെ പറയാണ്. അപ്പോ അങ്ങനെ ബോർഡിന് ഈ ഭൂമി വഖഫാണ് എന്ന് വിശ്വസിക്കാൻ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. അതെ. അപ്പോ ഞാനത് മുഴുവൻ വായിച്ച് പോകുന്നില്ല, പലതവണ ആവർത്തിച്ചതാണ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ്. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, മറ്റ് കോടതികളിൽ അപ്പീൽ സാധ്യത ഇല്ലാതാക്കുന്നു. ട്രിബ്യൂണൽ കോടതിയുടെ വിധി അന്തിമമാണ്. ട്രിബ്യൂണൽ കോടതിയിൽ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ജഡ്ജ് എന്നുള്ളതൊന്നും ആരും പറഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായി ഭരണഘടനയുടെ പരമോന്നതമായ സ്ഥാനം സുപ്രീം കോടതിക്കാണ് കൊടുത്തിട്ടുള്ളത് ഭരണഘടനയിൽ. ആ സുപ്രീം കോടതിക്ക് ആക്സസ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതികൾ അംഗീകരിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. കോടതികൾ ഈ പറയുന്ന കാര്യം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് കോടതി വഖഫിന്റെ ഈ ആക്ട് അംഗീകരിച്ചിട്ടില്ല.
പക്ഷേ ആക്ട് എന്ത് പറയുന്നു? ആക്ട് പറയുന്നത് ഇത് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണെന്നാണ്. അങ്ങനെ ഒരു വിധി, അങ്ങനെ ഒരു ആക്ട് ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കുണ്ടോ? ഇവിടെ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറയുണ്ടായി. ദേവസ്വം ബോർഡിന് ഏതെങ്കിലും ഭൂമിക്ക് ഒരു നോട്ടീസ് അയച്ച് നിങ്ങൾ നിങ്ങളുടെ രേഖകൾ മുഴുവൻ ഇന്ന ദിവസം കൊണ്ട് ഹാജരാക്കണം, 15 ദിവസത്തിനും ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ മേലുള്ള സർവ്വ അവകാശങ്ങളും നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുമോ? അധികാരമുണ്ടോ ദേവസ്വം ബോർഡിന്? ഇല്ല. ദേവസ്വം ബോർഡിനെന്നല്ല ഈ രാജ്യത്തെ മറ്റൊരു സ്ഥാപനങ്ങൾക്കും സാധ്യമല്ല. പക്ഷെ വഖഫ് ബോർഡിന് സാധിക്കും. വഖഫ് ബോർഡിന് കൽപ്പിക്കാം 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകളുമായിട്ട് ഹാജരാവണം. എവിടെ ഹാജരാവണം? വഖഫ് ബോർഡിൽ ഹാജരാവണം. ഇല്ലെങ്കിലോ നിങ്ങളുടെ മേലുള്ള സകല ഭൂമിയുടെ മേലുള്ള സകല റവന്യൂ അവകാശവും റദ്ദാക്കപ്പെടും. നിങ്ങൾക്ക് കരടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉള്ള പണയ ഇടപാടുകൾ നടത്താൻ പറ്റില്ല, വിൽപ്പന നടത്താൻ പറ്റില്ല. ഇത് ദേവസ്വം ബോർഡിന് സാധിക്കുമോ? ദേവസ്വം ബോർഡിന് ഇതേ അധികാരം കൊടുക്കാൻ ശ്രീ അനൂപ് തയ്യാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന് വഖഫ് ആക്ടിന്റെ അതേ അധികാരം, വഖഫ് ബോർഡിനുള്ള അതേ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കാൻ പറയുമോ? കോൺഗ്രസ് ആവശ്യപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എത്ര ആയിരം ഏക്കർ ഭൂമി, എത്ര ലക്ഷം ഏക്കർ ഭൂമി ദേവസ്വം ഭൂമിയായിട്ട് മാറും എന്ന് അനൂപിന് ധാരണയുണ്ടോ? എന്തിനാ 25,000 ഏക്കർ ഭൂമി മലബാർ ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരള ഹൈക്കോടതിയിൽ തങ്ങൾക്ക് അന്യാധീനപ്പെട്ട ഭൂമിയാണ് എന്ന് മലബാർ ദേവസ്വം ബോർഡ്. അപ്പൊ ഞാൻ ഒരു ദേവസ്വം ബോർഡിന്റെ കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ലക്ഷക്കണക്കിന് ഭൂമിയുടെ അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ അതെല്ലാം ദേവസ്വം ഭൂമിയാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആക്ട് ദേവസ്വം ബോർഡിന് ബാധകമാക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഇവിടെ വഖഫ് ബോർഡിനാണ് അങ്ങനെ ഒരു അധികാരമുള്ളത്. അത് വെച്ച് അവര് ജനങ്ങൾക്ക് മേൽ അധികാരം പ്രയോഗിക്കുകയാണ്. ഇന്നിപ്പോ വളരെ വ്യാപകമായിട്ട് ഇപ്പൊ തളിപ്പറമ്പിൽ 600 ഇല്ല 100 ഉള്ളൂ എന്നാണ്. അവിടെ പാവങ്ങളുടെ മേലില്ല. ഇതാരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? എത്രയോ പാവപ്പെട്ട ആളുകൾ തളിപ്പറമ്പിലടക്കം, വയനാട്, ചാവക്കാട്, ഒരുമനയൂര്, ചെല്ലാനത്ത് ഇപ്പോ വഖഫിന്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമിയുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. മുസ്ലിം സമുദായം ഒരൊറ്റ ആൾ പോലും താമസിക്കാത്ത പഞ്ചായത്തിൽ പോലും വഖഫ് ഭൂമിയുടെ പേരിലുള്ള നോട്ടീസ് ചെന്നിരിക്കുക. ഇതെല്ലാം ജനങ്ങൾക്ക് മേൽ വഖഫ് ആക്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ്. നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൽപ്പാത്തിയിലെ കാര്യം എടുത്തെടുത്ത് പറഞ്ഞത് കേട്ടോ. കൽപ്പാത്തിയിലെ ജനങ്ങളോട് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ സലിം മടവൂർ. അല്ല, ഞാൻ സലിം മടവൂരിനോട് പറയാം, കൽപ്പാത്തി എന്നല്ല. ഇപ്പൊ ഇവിടെ ശബരിമലയെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇവിടെ നമ്മുടെ വയനാട് ആ പഞ്ചായത്തിന്റെ പേരെന്താണ്? തലപ്പുഴയില്. പഞ്ചായത്തിന്റെ പേര് ഞാൻ മറന്നു. തലപ്പുഴയില് തലപ്പുഴ പഞ്ചായത്തിന് വേറെ എന്തോ ഒരു പേരാണല്ലോ, അത് ഞാൻ മറന്നു. അപ്പോ തലപ്പുഴയില് നോട്ടീസ് കിട്ടിയത് എന്ത് പറഞ്ഞിട്ടാ? അവിടെ കിട്ടിയിരിക്കുന്ന നോട്ടീസ് അവിടുത്തെ മഹല്ല് കമ്മിറ്റി, അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി വഖഫ് ബോർഡിനോട് എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മുതിർന്ന ഒരു കാരണവർ ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് ആക്ഷൻ എടുക്കണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് എവിടെ പോകണം ഈ പാവങ്ങള്? എറണാകുളത്തെ വഖഫ് ബോർഡിന്റെ മുമ്പിൽ വരണം. ഇത് ഏത് നിയമം? ഇതിനെയൊക്കെ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലാന്ന് എങ്ങനെ പറയാൻ സാധിക്കുക? എന്നിട്ട് പറയുകയാണ് ഇവിടെ സലിം മടവൂരെ മനസ്സിലാക്കേണ്ടത് 49,000-ലേറെ കേസുകളാണ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. 49,000 അതില് ഭൂരിപക്ഷം കേസുകളും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഭൂമി അടക്കം. ഇത് പണക്കാരനെ ബാധിക്കില്ല. പണക്കാരായിട്ടുള്ള ജന്മിമാരായിട്ടുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്ന കേസല്ല. കാരണം അവരെ ഒന്നും വഖഫ് ബോർഡ് തൊടൂല. അവർക്കെതിരെ ഒന്നും ഒരു നോട്ടീസ് ഇല്ല. 29,000 ഏക്കർ ഭൂമിയാണ് വഖഫ് നിയമത്തിന് വിരുദ്ധമായി കർണാടകയിൽ വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതായിട്ടുള്ള പരാതി വന്നിട്ടുള്ളത്. വ്യാപാര ആവശ്യത്തിന് വേണ്ടി. അപ്പൊ വഖഫ് ബോർഡ് ഒരു കൊള്ളസംഘം പോലെ പ്രവർത്തിക്കുകയാണ്. വഖഫ് ബോർഡ് ഒരു കൊള്ളസംഘം പോലെ ആരുടെ ഭൂമിയും ഏത് സമയത്തും. അപ്പോൾ വാവരുടെ നട അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നൈനാൻ മസ്ജിദിന്റെ ആ മഹല്ല് കമ്മിറ്റിക്കാർക്ക് ആ വാവരുടെ നട പ്രവർത്തിക്കുന്ന ഏരിയ അത് വഖഫ് ചെയ്ത ഭൂമിയാണ് എന്ന് പറഞ്ഞതാണ്. നിലവിലെ നിയമം അനുസരിച്ചത് പറഞ്ഞതാണ്. അതനുസരിച്ച് വഖഫ് ബോർഡിന് ആക്ട് ചെയ്യാം. അത് പിന്നെ കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ മറ്റാർക്കുമില്ലാത്ത അധികാരം വഖഫിനുണ്ട്. മറ്റാർക്കുമില്ലാത്ത അധികാരം. ഇപ്പോ ഈ കൊടുങ്ങല്ലൂര് ക്ഷേത്രഭൂമി 11 ഏക്കറോളം ഭൂമി, 10 ഏക്കർ 94 സെന്റ് ഭൂമി കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രഭൂമി ആളംപറമ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ ഖാദറിന്റെ പേരിലായിരുന്നു. അറിയാമോ? ഖാദറിന്റെ പേരിൽ
ഈ ഖാദർ ഇത് വഖഫ് ചെയ്താൽ ആരോട് പറയും ഉത്തരം? ആർക്കാണ് അതിന് മറുപടി പറയാൻ സാധിക്കുക? നിയമപ്രകാരം ഖാദറിന്റെ കയ്യിൽ ഖാദർ വഖഫ് ചെയ്തോ? അറിയില്ല, നമുക്കറിഞ്ഞൂടാ. ഖാദർ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. ഖാദർ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിന് സാക്ഷികളുണ്ടെങ്കിൽ, വയനാട് തലപ്പുഴയിൽ നോട്ടീസ് കിട്ടിയ പോലെ കൊടുങ്ങല്ലൂർ ദേവസ്വത്തിന് നോട്ടീസ് കിട്ടും. എന്താണ്? ഇത് വഖഫ് ഭൂമിയാണ്, ഇത് വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. കാരണം 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിന് നോട്ടീസ് കിട്ടിയില്ലേ? 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിന് വഖഫ് ഭൂമിയാണ്, വഖഫാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടി. അപ്പോൾ ശബരിമല ഇതിന് അനൂപ് പറയുന്നത് നടക്കില്ല എന്നാണ്. എന്തർത്ഥത്തിൽ? ഏതടിസ്ഥാനത്തിൽ? ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നിയമമുണ്ട്. ഏൻഷ്യൻ മോണുമെന്റ് ആക്ട് അനുസരിച്ച് പുരാവസ്തു അത് എക്കാലവും ഒരിക്കലും ഇത് പുരാവസ്തുവായി പ്രഖ്യാപിച്ചാൽ പിന്നെ അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്ന്. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചില്ലേ? മധ്യപ്രദേശിലെ ബഹാൻപൂർ ഫോർട്ടിൽ അവകാശവാദം ഉന്നയിച്ചില്ലേ? മധ്യപ്രദേശ് കോടതി ഓടിച്ചു, അത് വേറെ കാര്യം. പക്ഷെ അവകാശവാദം ഉന്നയിച്ചു. താജ്മഹലിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചു. പാർലമെന്റിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. നേതാവ് ബദ്രുദ്ദീൻ അജ്മലാണ് കേട്ടോ, ആ പേര് ഓർത്തു വെച്ചോ. മനസ്സിലായി. ആസാമിലെ എന്ത് അടിസ്ഥാനത്തിന് ഇതുപോലുള്ള ഒരുപാട്, എന്നോടല്ല അദ്ദേഹത്തോട് ചോദിക്കണം. അല്ല, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാര് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരികയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു വെറുതെ. ഇപ്പോ നേതാവ് എന്താ പറഞ്ഞേ? കർണാടകയിൽ സിദ്ധരാമയ്യ എന്താ പറഞ്ഞേ? കർണാടകയിലെ വിജയപുരയിലെ കൃഷിഭൂമി, ആ കൃഷിഭൂമി അത് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഭൂമിയാണ്, വഖഫിൻ്റെതല്ല. അത് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോയ നോട്ടീസാണെന്നാണ്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മേലും അവകാശവാദം ഉന്നയിക്കാൻ അധികാരം കൊടുക്കുക, എന്നിട്ട് അവര് എന്ത് ചെയ്യണം? വഖഫിന്റെ പിന്നാലെ അവര് നടന്നോളണം. ഞാൻ ചോദിക്കട്ടെ, സിവിൽ നിയമമാണ് വഖഫ് ബോർഡ് പോണ്ടേ? വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ് സഹിതം വഖഫ് ബോർഡ് പോണ്ടേ കോടതിയിൽ? ഇവിടെ പോണ്ട. ഇവിടെ ഈ പാവങ്ങൾ പോണം. ഈ പാവങ്ങൾ രേഖകളുമായിട്ട് വരണം. അവിടെ വന്നിട്ട് ഹാജരാവണം. അവർ പറയുന്ന സമയത്ത് ഹാജരാവണം. ഈ നമ്മുടെ കോഴിക്കോട് നമ്മുടെ പുത്തലത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് ജൂലൈ 31-ാം തീയതി ഹാജരാവണം. 30-ാം തീയതി കൊണ്ട് നോട്ടീസ് കൊടുക്കുക. ജൂലൈ 31-ാം തീയതി ഹാജരാവണം. 30-ാം തീയതി കൊണ്ട് നോട്ടീസ് കൊടുക്കുകയാണ്. എത്ര വർഷം? 60 വർഷം. ഇവിടെ സലിം മടവൂരിനെ അറിയോ? 2013 നിങ്ങൾ ഒക്കെ കൂടി പിന്തുണച്ച് ഉണ്ടാക്കി കൊടുത്ത നിയമത്തില് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാലാവധിയാണ്. 100 വർഷം മുമ്പ് വഖഫ് ചെയ്ത ഭൂമിയാണെങ്കിലും വൺസ് വഖഫ് ആൾവേസ് വഖഫ്. ഇത് എവിടുത്തെ ന്യായമാണ് സലിമേ? എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുക. ഇതെല്ലാം ഭരണഘടനാ വിരുദ്ധമല്ല, ഇതെല്ലാം വളരെ ജനാധിപത്യ രീതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെന്താ? പ്രജാ സോഷ്യലിസ്റ്റ് ആരാണ് മുനമ്പത്ത് സമരം നടത്തിയത് എന്നൊക്കെ പറയുക. ഞാൻ തമ്പാൻ തോമസിനെ കണ്ടതാണ് പ്രസ് ക്ലബ്ബിൽ വെച്ച്. അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ പ്രസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രസ് മീറ്റ് നടത്തുമ്പോഴുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രായത്തെ മറ്റും ബഹുമാനിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്, ഒരു സമര പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാനത് കടക്കുന്നില്ല. പക്ഷെ ആ പാരമ്പര്യം കൊണ്ട് എന്ത് കാര്യം? നിലവിൽ ഇവിടെ അവർ കാശ് കൊടുത്ത ഭൂമി, ആ ഭൂമിയിലെ റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവരുടെ ഭൂമിയുടെ മേൽ കരടയ്ക്കാനുള്ള അവകാശം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അത് ആദ്യം ചെയ്യേ. അതിനുവേണ്ടി എന്തിനാ ചർച്ച? അവരുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കുകയാണ്.